ബി.ജെ.പി. നേതാവ് വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ആർ.എസ്.എസ്. പിന്തുണ ലഭിക്കാതിരുന്നതാണ് ആർ ശ്രീലേഖയ്ക്ക് തിരിച്ചടിയായത്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് ബി.ജെ.പി. ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ആരോഗ്യകരമായ സംവാദം നടത്താൻ സാധ്യതയുള്ള പാർലമെന്ററി പ്രൊസീഡിംഗ്സിൽ പരിചയസമ്പന്നരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ആവേശം നൽകുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ബി.ജെ.പി. ആദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണ്. പിന്നീട് അവിടെ ആരാകും മേയർ എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളും തർക്കങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടാവുകയാണ്. ശ്രീലേഖയെ പോലൊരു ഉദ്യോഗസ്ഥയെ കൊണ്ടുവരുമ്പോൾ ശ്രീലേഖയാകുമെന്ന തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീലേഖയെ പൂർണ്ണമായും വെട്ടിക്കൊണ്ട് വി രാജേഷ് ആ സ്ഥാനത്തേക്ക് എത്തുകയാണ്. എന്തുപറ്റി? സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും പേര് ആർ ശ്രീലേഖ IPS-ൻ്റെതായിരുന്നു. പക്ഷേ നാടകീയമായി ഇന്നലെ രാത്രിക്ക് ശേഷമാണ് ആ തീരുമാനങ്ങൾ, ആ നീക്കങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞത്. അതിൽ പ്രധാനമായത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, RSSന്റെ നിലപാട് ആർ ശ്രീലേഖയ്ക്കെതിരായിരുന്നു. പകരം രാഷ്ട്രീയ പരിചയമുള്ള ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് തിരുവനന്തപുരത്ത് ഭരണം നേടിയ നഗരസഭയിൽ നയിക്കാൻ വേണം എന്നതായിരുന്നു. അങ്ങനെയാണ് വി രാജേഷിന്റെ പേരിലേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴും ഏറ്റവും നിർണായകമായത് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും CK പത്മനാഭൻ അടക്കമുള്ള നേതാക്കളുടെ ഇടപെടലായിരുന്നു. കാരണം ഇത്തരം ആർ ശ്രീലേഖയുടെ പേരിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോകുമ്പോൾ അത് ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടത്താതെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടിയ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കാൻ പോകുന്നു എന്നത് വലിയ പരാതിയായി ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലേക്കെത്തി. JP നഡ്ഡയ്ക്ക് മുന്നിൽ ഫോൺ വിളിയായും കത്തുകളായും എത്തി. അങ്ങനെ നേതൃത്വം ഇടപെട്ടു. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം RSS ഇതിൽ ശക്തമായൊരു നിലപാടെടുത്തു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ വേണമെന്നുള്ളത്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം കൗൺസിലർമാരുടെ യോഗം വിളിച്ചപ്പോൾ കൗൺസിലർമാരുടെ യോഗത്തിൽ പ്രധാനമായും രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ചുമതലപ്പെട്ട സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പറഞ്ഞത്, നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശം എന്താണെന്നാണ്. പക്ഷെ അതിനപ്പുറം നിങ്ങൾ ഏത് പേരാണെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിച്ചാൽ അതിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഇതടക്കമുള്ളത് ഒരു ശരിയായ രീതിയല്ല എന്ന വിമർശനമുണ്ടായി. വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ, ട്വിസ്റ്റുകൾക്കൊടുവിൽ വൈകിട്ടോടെ പ്രഖ്യാപനമുണ്ടായി. വി രാജേഷിലേക്ക് നഗരപിതാവ്, തിരുവനന്തപുരം നഗരത്തിന്റെ പുതിയ പിതാവ് വി രാജേഷ് എന്ന പേരിലേക്ക് എത്തുന്നു. നാളെയാണ് വി രാജേഷിനെ തീരുമാനിക്കാനുള്ള മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ ആശാനാഥ് യുവ നേതാവാണ്, യുവമോർച്ചയിലൂടെ വന്ന നേതാവാണ്. കൗൺസിലിൽ കഴിഞ്ഞ് മൂന്ന് തവണയുള്ള വനിതാ നേതാവാണ്. അപ്പോൾ ആശാനാഥിനും ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകുന്നു. ശ്രീലേഖയ്ക്ക് നിലവിൽ ശ്രീലേഖയുടെ പേരിൽ ചുറ്റിത്തിരിഞ്ഞായിരുന്നു ചർച്ചയെങ്കിൽ ശ്രീലേഖയുടെ ഇനിയുള്ള ഭാവി എങ്ങനെ എന്നുള്ളതാണ്. ബി.ജെ.പിയിൽ സംഘടനാപരമായിട്ട് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇതാ തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കാനായി നരേന്ദ്രമോദി തന്നെ എത്തുന്നു. ഇവിടെ മുരളീധര പക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിറവേറുമ്പോൾ എന്താണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത്? മുന്നോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതിന്റെ ചലനം ഉണ്ടാവുകയും ചെയ്യും. നഗരസഭയിൽ തുല്യം എന്ന നിലയിലുള്ള വളരെ എഡ്ജ് തരത്തിലുള്ള ഒരു അംഗസംഖ്യയാണുള്ളത്. അപ്പോൾ ആർ ശ്രീലേഖയെ പോലെ അവരുടെ ഭരണപരിചയക്കുറവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ 1.5 വർഷം മാത്രമേ ബി.ജെ.പിയിൽ ഭരണപരിചയമുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള IPS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ മെയ്വഴക്കം ഇല്ലാത്ത ഒരാൾ നഗരസഭയെ നയിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന ഉത്തമ ബോധ്യം RSSനും ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ശക്തമായിരുന്നു. അപ്പോൾ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ പാർട്ടി എത്തി. അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പക്ഷേ ഉചിതമായൊരു പോസ്റ്റിംഗ് അവർക്ക് നൽകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സജീവമായി കേൾക്കുന്നത്. അല്ലെങ്കിൽ ചർച്ചകൾ വിവരങ്ങൾ നൽകി. എന്തായാലും ശ്രീലേഖയല്ല, വി രാജേഷാണ് തലസ്ഥാനത്തിന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാവുക.